ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, പത്തിരി, അതുപോലെ ഗീ റൈസിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു കുറുമ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കറാട്ടോ എടുത്തിട്ടുള്ള. ബീഫ് ആയതുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ കുക്കറിൽ ഉണ്ടാക്കി എടുക്കുകയാണ് നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു 3 പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കറുവാമ്പട്ട. ഇനി അതൊന്നങ്ങ് ഫസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. അതൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ ഒന്നിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിന് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണേ. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണേ കേട്ടോ. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി എടുത്താൽ മതി, അധികം പുളിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റിലൊന്നും അടച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വേവായിട്ട് വന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ നുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകും അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള കുരുമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബീഫ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ സെക്കൻഡ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് 1/2 കപ്പ് ഉണ്ട്, അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിൽ ഒഴിച്ച് കൊടുക്കാൻ. തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലൊക്കെ അറിയുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അതിൽ സെക്കൻഡ് പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒന്ന് അടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോ ബീഫിനനുസരിച്ചിട്ട് അതിൻ്റെ വേവിൽ മാറ്റം വരും. ഇനി നമ്മൾ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയ ടൈമിൽ കുറച്ച് ഉപ്പ് കമ്മിയായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എരിവും വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ എരിവൊക്കെ എന്തെങ്കിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ച് വെച്ച് ഒരു 2 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി വെച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതിൻ്റെ ഏറൊന്ന് പോകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങൻ്റെ അരപ്പ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഒന്ന് ചെരുവ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 കാഷ്യൂനട്ട് കേട്ടോ. അത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല പോലെ നരഞ്ഞ് കിട്ടുക. അത് ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ കുക്കറിൻ്റെ എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ബീഫ് വേവായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാം. എന്താ വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ബീഫൊന്നും കൂടെ. ഇനി ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് ബീഫ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളുണ്ടല്ലോ അതൊന്നങ്ങ് മാറ്റിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് അത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 6 or 7 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കറിയിൽ ഇങ്ങനെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാൻ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കറിക്ക് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇപ്പോൾ അത് ഉള്ളിലേക്ക് ഏകദേശം ഒന്നിങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ കറിയിലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കുറഞ്ഞ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതെല്ലാം കൂടി അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ അങ്ങ് കൊട്ടിയിട്ട് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കും ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കറിക്ക്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിരുന്നല്ലോ, അതൊരു 3/4 കപ്പ് ഉണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടി നമുക്കതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു കാഷ്യൂ ഇട്ട് കൊടുക്കുന്ന ഒരിക്കലും മിസ്സായി പോകരുത് കേട്ടോ. അതും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ കറിക്ക്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് കലക്കിയിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി കുറച്ച് തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് തിളക്കാനിട്ട് പോകരുത്. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ കറി അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അതാ ജസ്റ്റ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കറി ഒന്നങ്ങ് ചൂടായി വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ കറിയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ് കേട്ടോ. എത്ര മതി, തിളക്കാനിടരുത്. അങ്ങനെ ആകുമ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് തേങ്ങാപ്പാലായതുകൊണ്ട്. അപ്പോൾ ഇത്രയും ആക്കിയെടുത്താൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് മതി. ഇനി നമുക്ക് ഏതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയുടെ കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.